പക്ഷെ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. UDFുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ പത്രസമ്മേളനങ്ങളും മറ്റും നടത്തിയത് ഞാനും കണ്ടതാണ്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ മീഡിയാസിലൂടെ ഒക്കെ പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ വർത്തമാനം പറയണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു പൊതുപ്രവർത്തകനല്ല. പക്ഷേ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ PV അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. UDFൽ ഞങ്ങൾ സഹകരിപ്പിക്കാം എന്ന് നേരത്തെ അദ്ദേഹത്തോട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്ന് പറയാനുള്ള കാര്യം UDFന്റെ മുതിർന്ന നേതാക്കന്മാരുമായി ഞങ്ങൾ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായമെന്നുള്ള നിലയിൽ അത് PV അൻവറിനെ അറിയിക്കുവാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ PV അൻവറുമായി ടെലിഫോണിലൂടെ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം സഹകരിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നോമിനേഷൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ ഈ കേരളത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ആർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ വ്യവസ്ഥയിൽ പറഞ്ഞതനുസരിച്ച് ആർക്കും നോമിനേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ശ്രീ PV അൻവർ ഇന്ന് കൊടുക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. എന്തായാലും PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. UDFന്റെ ഒപ്പം നിൽക്കുമെന്ന് വിചാരിച്ചാൽ ഇന്നലെ മുഖ്യമന്ത്രി വാർത്തയുടെ UDF പ്രോത്സാഹിപ്പിച്ച ഒരാൾ UDFനെതിരെയാണ് ഇപ്പോൾ പറയുന്നത്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെതിരെ പറയുന്നു. അതെങ്ങനെ എഫക്ട് ചെയ്യും ഈ ഇലക്ഷൻ? ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ഇതൊന്നും എഫക്ട് ചെയ്യത്തില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFന് അനുകൂലമായി നിൽക്കുന്നു എന്ന ചിത്രമാണ് ഞാൻ ഈ മേഖലയിൽ വന്ന് കുറെ ദിവസങ്ങളായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും. ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും മാറിയാണല്ലോ പോകുന്നത്. ഒരിക്കൽ പറയും ഞാൻ ഇനി മത്സരിക്കുന്നില്ല, അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പണമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരിക്കുന്നത്. അടുത്ത മണിക്കൂറിൽ അദ്ദേഹം പറയുന്നു എനിക്ക് പണം വന്നു തുടങ്ങി. അത് എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചല്ല, പണം വന്നു തുടങ്ങി. എല്ലാവരും എന്നോട് പറയുന്നു മത്സരിക്കാൻ പറയുന്നു, ഞാൻ അതുകൊണ്ട് മത്സരിക്കുന്നു. ഇതൊക്കെ ഈ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് വർത്തമാനം പറയാതെ പോകുന്നു എന്നുള്ളതിന്റെ അർത്ഥത്തിൽ കിട്ടുന്ന റിസൾട്ടാണ് ഈ തരത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്നത്. അല്ല, അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക. ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പണം പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്ന് വന്നിട്ട് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിന്റേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. അടഞ്ഞ അധ്യായമല്ല, ചർച്ച നടത്തണം, സംഘടന കേൾക്കണം, ഒപ്പം കൂട്ടണം എന്നൊരു പ്രതികരണം ലീഗ് MLA ആയിട്ടുള്ള ഹമീദ് മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നിങ്ങൾ പറയുന്ന ലീഗിൽ ഇപ്പോഴും പൂർണ്ണമായി അല്ല, അതേക്കുറിച്ച് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്തായാലും വർത്തമാനം പറഞ്ഞ് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കണ്ട. അതൊരിക്കലും ഉണ്ടാകില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആദ്യം കണ്ടത് കുഞ്ഞാലിക്കുട്ടിയാണ്. അത് കുഞ്ഞാലിക്കുട്ടിയും അൻവറും എന്റെ കാര്യമാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ നിലപാട് അടഞ്ഞ അധ്യായമാണ് എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ്? അല്ല, അതേ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ. ഇന്നലെ തന്നെ പറയുകയുണ്ടായി ഇത് ഒരു അടഞ്ഞ അധ്യായമായി. ഞാൻ പറയുന്നതിന് മുമ്പ്, ഞാൻ പറയുന്നത് ഇപ്പോഴല്ലേ, ഇന്നലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഒരല്പം ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ
ഒരു കാര്യം ഞാൻ പറയാം, ഇന്നത്തെ ഒരു നിലപാട് വെച്ചുകൊണ്ട് ഇത് അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്നതാണ്.